തിയേറ്ററുകളിൽ ആവേശത്തിരിളക്കി എമ്പുരാൻ റിലീസ് ചെയ്തു. വേറെ ലെവൽ ബ്രോ, അന്യായമാണ്. ഒന്നുപോലെ കൈ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോരെ കലക്കി. അടിപൊളി പൊളിപ്പടം കൊള്ളാം, അടിപൊളി കൊള്ളാം. അടിപൊളി പടം. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്. സൂപ്പർ പടം, സൂപ്പർ പടം, സൂപ്പർ. സാറേ പടം സൂപ്പർ ഹിറ്റാ. ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. സാർ ഭയങ്കര ഹാപ്പിയാണ്. പടം മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. മലയാള സിനിമയിലെ പീക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അടിപൊളിയായിട്ട് സംഭവമായിട്ട് തന്നെ വരും. എക്സ്പെക്ടേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് എക്സ്പെക്ടേഷൻ പോലെ വന്നിട്ടുണ്ട് പടം. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. വെറും ഹിറ്റ് അല്ല, സൂപ്പർ ഹിറ്റ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. സിനിമയ്ക്ക് പോക്കെ കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലേ ആവാൻ പാടുള്ളൂ. ഏയ് അല്ലേ അല്ല, അങ്ങനെ ഒരു ഭാവമേ മാഷനില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. അതെ, അതാ എന്റെ പ്രത്യേകത. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദേഷ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞു വളരെ ദേഷ്യമാണ് വരുന്നത്. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെട്ടേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് ഇതിപ്പോ ഒരു നാണക്കേടാവുമല്ലോ. പുറത്തിറങ്ങാൻ പറ്റാണ്ടാക്കി. അമീർ ഖാനെ മറ്റവനെ മറിച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്നു. ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന്. കാരണം ഭയങ്കര ഡിസപ്പോയിന്റഡ്. ഭയങ്കര ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുത്തു. അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്ന. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അത്രയല്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവനാണ്. ചളമായെന്നാ തോന്നുന്നത്. മാറ്റി പറയാൻ പറ്റുമോ? എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി